സന്ദീപ് വാര്യർ മുസ്ലിങ്ങളോട് മാപ്പ് പറയണം എന്നാണ് KT ജലീൽ പറയുന്നത്. ജലീൽ നേരത്തെ സിമിയുടെ നിരോധിത സംഘടനയായ സിമിയുടെ ആശയങ്ങൾ പിന്തുടർന്ന് പോകുന്നിരുന്ന ഒരാളായിരുന്നു. പിന്നീട് അദ്ദേഹം ഇപ്പോൾ VD സതീശൻ ജമാഅത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് പോലെ അദ്ദേഹം കുളിച്ച് വൃത്തിയായി അതിൽ നിന്ന് ലീഗിലേക്ക് വന്നു, പിന്നെ CPM-ലേക്കായി അദ്ദേഹം ആ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതുവരെ ഇല്ലാത്തൊരു ബോധോദയം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. BJP-യിലായിരുന്ന സമയത്ത് നരേന്ദ്രമോദിയോ BJP-യുടെ ഉയർന്ന നേതാക്കളോ ഇനി ചെറിയ പാർട്ടി പ്രവർത്തകരോ പോലും പറയാത്ത കാര്യം അന്ന് BJP-യുടെ ഒരു പ്രവർത്തകനായിരുന്ന അല്ലെങ്കിൽ ഒരു നേതാവായിരുന്ന സന്ദീപ് വാര്യർ പറഞ്ഞു. ഒരു വിഭാഗത്തെ വളരെ മോശമായി അപമാനിക്കുന്ന തരത്തിൽ സന്ദീപ് വാര്യർ സംസാരിച്ചു എന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ ഈ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം തുടക്കം തന്നെ പാണക്കാട് പോയി അനുഗ്രഹം വാങ്ങി ഇപ്പോഴും പാണക്കാട് ഓടി നടക്കുകയാണ് സന്ദീപ് വാര്യർ ഇങ്ങനെ. അതിനിടയിലാണ് മുസ്ലിം ലീഗുകാരെ കേട്ടോളൂ, നിങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളാണ് നിങ്ങളുടെ തിണ്ണ നിരങ്ങുന്നത് എന്ന് ജലീൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ജലീലിൻ്റെ ഭാഗമായിട്ട് ജലീലിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. ഞാനിത് പലവട്ടം ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെ പറ്റി അവൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണ് കേട്ടോ, ചില ആൾക്കാരെ പറ്റി പറയും എന്ന് വെച്ചാൽ അവനെ കാര്യങ്ങൾ പറയുന്നതിനകത്ത് ഉറച്ചു നിൽക്കുകയും അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിനകത്ത് ആരെതിർത്താലും വ്യത്യാസം വരുത്താതിരിക്കുകയൊക്കെ ചെയ്യുന്നതിനായി ഒരു തന്തയ്ക്ക് പറഞ്ഞവനെന്നൊക്കെ പറയും. അപ്പോൾ അത് പോട്ട് നമ്മൾ ഈ ഒരു ഉദാഹരണം ആൾക്കാരെ പറ്റി പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ അയാളെപ്പറ്റി പറയുന്നുണ്ട്, ഞാൻ സിമി ആയിരുന്നു, അത് ഒരു പക്ഷേ സമൂഹത്തിനും ഇന്ത്യക്കും അംഗീകരിക്കാൻ പറ്റാത്ത മാമൂലുകളുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന വേറെ വിഭാഗങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഭീകര സംഘടന എന്നുള്ള രീതിയിലാണല്ലോ ഇതിനെ നിരോധിക്കുന്ന ഒരവസ്ഥയിൽ വെക്കുന്നത്. അതായത് ചെറുപ്പകാലത്ത് +2 പഠിക്കുന്ന കാലത്തൊക്കെ ആയിരുന്നു അതിനകത്ത് ഈ സമദാനിയും ഒക്കെ നേതാവ് വരുന്നത്. അതൊക്കെ കളഞ്ഞിട്ട് ഒരു പക്ഷേ ഈ മുസ്ലിം ലീഗിനകത്ത് വന്ന് അതിനുശേഷം അയാൾ ഇടതുപക്ഷ അനുഭാവിയാണ്. സമദാനി അതിനകത്ത് തന്നെ നിൽക്കുന്നു. അപ്പം അയാൾ പറയുന്നത് ഞാൻ അതിനകത്ത് ഇരിക്കുമ്പോൾ ഇത്രയും തീവ്ര സ്വഭാവമുള്ളതാണെന്ന് പറയുമ്പോൾ പോലും ഞാൻ ഒരാളെയും അല്ലെങ്കിൽ ആ ഒരു എതിർ സമുദായത്തെയും അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ, അവരെ കൊല്ലുന്ന രീതിയിൽ, കൂട്ടക്കൊല ചെയ്യുന്ന രീതിയിൽ, അവരെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ആള് BJP-ക്കകത്ത് നിന്ന് ഇപ്പോൾ കോൺഗ്രസിൽ വന്നു. പക്ഷേ BJP-ക്കകത്ത് നിന്നപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമാണല്ലോ, അല്ലെങ്കിൽ മുസ്ലിം പിന്തുടരുന്ന ആളാണ്. അതായത് അതിനകത്ത് കൂടുതൽ ആ ആശയത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്, അതിനകത്തുനിന്ന് വ്യതിചലിക്കാതെ. അപ്പം എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് അദ്ദേഹം ഉണ്ടാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന പ്രവർത്തനത്തിനകത്തോ അല്ലെങ്കിൽ പുള്ളിയുടെ ആൾക്കാരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുകയോ ഒക്കെ ചെയ്യുകയും അല്ലെങ്കിൽ സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം, അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. പക്ഷേ വേറൊരു സമുദായത്തെ നമ്മൾ ജലീൽ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്നതോ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ആശയമുള്ള ഒരാളാണല്ലോ ഇദ്ദേഹം. അപ്പം ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇയാൾ BJP ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി സംസാരിക്കാത്തത്, ഒരുപക്ഷെ സുരേന്ദ്രൻ സംസാരിക്കാത്തത്, കേരളത്തിലെ ഒരു BJP നേതാവും സംസാരിക്കാത്തത്, ഇന്ത്യയിലെ ഒരു BJP നേതാവും സംസാരിക്കാത്ത രീതിയിൽ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള വർത്തമാനം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്നത് പോലെയുള്ള ഈ സന്ദീപ് വാര്യർ. അപ്പം മുസ്ലിങ്ങളുടെ കഴുത്തിൽ ടയർ ഒരുപക്ഷെ പെട്രോൾ ഇട്ടിട്ട് കത്തിച്ചിട്ട് അവനെ പാകിസ്ഥാനിലേക്ക് വിടണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് ഇയാൾ കോൺഗ്രസിനകത്ത് വന്നപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് അബദ്ധം കൊണ്ട് പറ്റിയതാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ചിലരുടെ പ്രേരണ കൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പറയിച്ചതാണ്, വ്യക്തത വരുത്തി, അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ചോദിക്കുള്ളൂ. ആ ചോദ്യത്തിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്. കാരണം ഇയാൾ എന്തും ആർക്ക് വേണ്ടിയും സംസാരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് ഒരു തത്വവുമില്ല. താല്പര്യങ്ങൾ അയാളുടെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാരദോഷികൾ കിട്ടിയാൽ വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഉളുപ്പും മടിയുമില്ലാത്ത ആളാണെന്നുള്ളതാണല്ലോ നമുക്ക് വ്യക്തമാകുന്നത്. BJP-ക്കകത്ത് നിന്നപ്പോൾ ഇതൊക്കെ സംസാരിച്ച് BJP-യുടെ താല്പര്യമാണെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അല്ലെങ്കിൽ BJP-യെ അത്രയ്ക്ക് BJP-യെ തീവ്രമായിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ച് മുസ്ലിങ്ങൾക്ക്. ഇതേ സന്ദീപ് വാര്യർ തന്നെ
BJPക്ക് അകത്ത് കാണിച്ച കുഴപ്പങ്ങൾ അവർ വെളിയിൽ കൊണ്ടുവരുമെന്ന് കണ്ടുകൊണ്ടാണ് അതിനകത്തുനിന്ന് വെളിയിൽ പോയത്. ഒരു കസേരയുടെ ഭാഗമായിട്ടല്ല എന്നാണ് പറയുന്നത്. BJP അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കൊണ്ട് നടപടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ അതിനകത്തുനിന്ന് വിദഗ്ധമായിട്ട് വെളിയിൽ ചാടിയെന്നാണ് പറഞ്ഞത്. അയാൾ വിദഗ്ധമായിട്ട് വെളിയിൽ ചാടി എവിടെ പോയത്? അയാൾ ചർച്ച ചെയ്തല്ലേ മറ്റൊരു പാർട്ടിക്കകത്ത് പോയത്, പ്രയോജനം ഉണ്ടാക്കിയല്ലേ മറ്റൊരു പാർട്ടിക്കകത്ത് പോയത്. ബാംഗ്ലൂരിലിരുന്ന് ചർച്ച ചെയ്ത് പ്രയോജനം ഉണ്ടാക്കി മറ്റൊരു പാർട്ടിക്കകത്ത് പോയെന്ന് വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്താ. അതിനുശേഷം അദ്ദേഹം അവിടെ ചെന്നിട്ട് പിറ്റേന്ന് തൊട്ട് നമ്മൾ വേറൊരാൾ പാർട്ടി മാറുന്നതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അല്ല പാർട്ടി മാറാം, അതിനെന്താ പാർട്ടി മാറിയാലെന്താ? വേറെ ആരും പാർട്ടി മാറിയപ്പോൾ ഈ പറയുന്നത് പോലെ ആരും ആക്ഷേപിച്ചില്ല. ഇയാൾ പിറ്റേന്ന് തൊട്ട് ഇയാൾ BJPക്കെതിരെ പറയുമോ, നരേന്ദ്രമോദിക്കെതിരെ പറയുമോ, RSSനെതിരെ പറയുമോ? ഇതുവരെ കേട്ടിട്ടില്ലാത്തോണം ആരും വിചാരിച്ചപ്പോൾ ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇവനെ എന്തോ ഇന്നലെ വരെ പറഞ്ഞ എന്താണ് ഇന്നെന്തോ പറയുന്നത്, ഇത്രയ്ക്ക് ഉള്ളതാണോ ഇത് എന്ന് പറയുന്ന രീതിയിൽ പറയുക. ആർക്കാണ്ട് വേണ്ടിയോ സംസാരിക്കുന്നതിന് വേണ്ടി ആ രീതിയിലാണല്ലോ പുള്ളി സംസാരിച്ച്. അവസാനം അത് ജമാഅത്തി അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ സംസാരമാണെന്ന് വളരെ കൃത്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുകയും ഓരോ ദിവസവും അവരുടെ വർത്തമാനം സന്ദീപ് വാര്യർ കൂടെ വരികയും ഒക്കെ ചെയ്തതിൻ്റെ കെയർ ഓഫ് മുസ്ലിം ലീഗിന് വരുന്ന ഒരു അവസ്ഥ വന്നു. മുസ്ലിം ലീഗ് സന്ദീപ് വാര്യനെ കൃത്യമായിട്ട് അങ്ങ് മാറ്റി നിർത്തിയാണ്ടായിരുന്നു എല്ലാം. അതിനുശേഷം ഇയാൾ മലപ്പുറത്ത് പോകുന്നു, കല്യാണത്തിന് പങ്കെടുക്കുന്നു, സുന്നത്ത് കല്യാണത്തിന് പങ്കെടുക്കുന്നു, എന്തൊരു മേളമായിരുന്നു, ഗൾഫുകളിൽ എല്ലാം പോകുന്നു, പുള്ളി അവരുടെ കൂടെ ആടുന്നു പാടുന്നു. അവസാനം മുസ്ലിം ലീഗിന് മനസ്സിലായി മുസ്ലിം ലീഗ് എത്ര പറയുമ്പോഴും അവർക്ക് ആ പേരുണ്ടെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടവർ അവരവരുടെ ലൈൻ വിട്ട് സംസാരിക്കത്തില്ല. കുഞ്ഞാലിക്കുട്ടി സംസാരിക്കും, തങ്ങൾ സംസാരിക്കും, ആരെങ്കിലും ഇത്രയും കാലം 11 കൊല്ലം ഇവിടുത്തെ നരേന്ദ്രമോദിയെ തന്തയ്ക്ക് വിളിക്കാത്ത ഒരുത്തനുമില്ല, നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാത്ത ഒരുത്തനുമില്ല. ഈ നരേന്ദ്രമോദിയെ ഇതുവരെ മോശമാക്കി സംസാരിക്കാത്ത, നയങ്ങളല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണം, മോശമാക്കി സംസാരിക്കാത്ത അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാത്ത നേതാക്കന്മാർ കേരളത്തിലുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരേ ഉള്ളൂ. അല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, മാന്യത വിട്ടവർ സംസാരിക്കത്തില്ല. അവർക്ക് അവരുടേതായ ഒരു മാന്യത ഉണ്ട്. ആ കാര്യത്തിൽ നമ്മൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കകത്തെ പല നേതാക്കന്മാർ, ഷായി എന്ന് പറഞ്ഞവൻ എങ്ങാണ്ടൊന്ന് കയറി വന്ന് ഇതുപോലുള്ള ലെവലാദ്യം മതമാണ് പ്രശ്നം, അവൻ്റെ കാര്യമൊന്നും പറഞ്ഞ അവനിങ്ങനെ വായും തുറന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയല്ലോ, ഇനി അവൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഈ മതമാണ് പ്രശ്നം എന്നുള്ളതാണ് അവർ കൊണ്ട് നിർത്തണം. അപ്പോൾ അവൻ്റെ കാര്യം വിടരുത്, അവനെപ്പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബാക്കി ഏതെങ്കിലും നേതാക്കന്മാർ പറയണം. അവർ ഈ പല കാര്യത്തിനകത്ത് ഇപ്പം തന്നെ അടച്ചാക്ഷേപിക്കുന്ന, മലപ്പുറത്തിനെ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയം വന്നപ്പോഴും അവർക്ക് അതൃപ്തിയുണ്ട്, അത് നിർത്തണമെന്ന്. പക്ഷേ വെള്ളാപ്പള്ളിയെ ഒരു പരിധിക്കപ്പുറം കടന്നാക്രമിക്കുന്നതിന് അവർ തയ്യാറായി. അവരുടെ ആക്രമണത്തിന് അല്ലെങ്കിൽ പ്രതിരോധത്തിന് പോലും ഈ പറയുന്നത് പോലെ ഒരു മാന്യതയുണ്ട്. അപ്പം അത് ഈ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത് ലീഗിൻ്റെ വേദികളിലൊക്കെ കയറി കുഞ്ഞാലിക്കുട്ടി വരുമ്പോൾ കാലയിലും കയ്യിലും പിടിക്കുക, ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായില്ല ഞാൻ ഇവൻ്റെ താല്പര്യവും ഇവൻ്റെ സംസാരമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഇതിനകത്ത് എന്തിനാണ് നിന്ന് കൊടുക്കുന്നത്? ചുമ്മാതെ ഞാനൊരു വർഗീയവാദി ആവേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മാന്യമായിട്ട് എല്ലാവരുടെയും അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള അഭിപ്രായമുള്ള ഒരാളാണ്. മുസ്ലിം ലീഗ് ആ കാര്യം ശരിയാണ്, എന്നാലും എനിക്ക് അപ്പം ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, കോൺഗ്രസ് തിരിച്ചറിഞ്ഞു ഈ സാധനത്തെ KPCC ജനറൽ സെക്രട്ടറി ആക്കുന്ന പറഞ്ഞ ഭാഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നിന്ന് പെട്ടിയും തൂക്കി ട്രെയിനിലൊക്കെ നിൽക്കുന്ന കണ്ടില്ലായിരുന്നു. കാരണം ഗതികെട്ടവൻ എന്നേ ഞാൻ പറയാനൊക്കെ ഉള്ളൂ. ചില ആൾക്കാരൊക്കെ എങ്ങനെ ഇരുന്നതായി BJPക്കകത്ത് ഇയാളെ വെട്ടി നോക്കാൻ ആവശ്യം പോലാണ്ട് ഇയാൾ വെട്ടിയും പിടിച്ചുകൊണ്ട് വട്ടം നിൽക്കുക, മനസ്സിലായില്ലേ? ഇവനെ പിടിച്ച് നിർത്തി അടി കൊടുപ്പിക്കുക യൂത്ത് കോൺഗ്രസ്സുകാർ. ഇവൻ എന്തെല്ലാം കാരണം ഇപ്പോൾ പത്തനംതിട്ട വന്നപ്പോൾ ആ ഇന്ത്യയുടെ മോനെ ഏത് കാറ് കണ്ടാലും എടുത്തിയാടുമായിരുന്നു. ഈ കറുത്ത കാറ് കണ്ടാവൻ എടുത്തിയാടും, 6 സീറ്റ് അവൻ്റെ പ്രശ്നം. ഈ എന്തോ കാര്യമെന്നറിയാം, കറുത്ത കാറാരുടെ BJP കാറിൽ കണ്ടെടുത്ത് മുമ്പിച്ചാടുമോ? അതെ, ഈ പിണറായിയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഈ ഗ്ലാസ് ഉണ്ടാവാം, പിണറായി ഞാൻ തീരട്ടെ മറ്റേ പറഞ്ഞ. അപ്പം പോലീസ് പിടിച്ചോണ്ട് കേസ് അകത്തിടില്ല. ജഗതി ഒരു പായും തലയാണായിട്ട് സിനിമയ്ക്കകത്ത് അതുപോലെ ഉണ്ട്. ഈ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ മകൻ വിജയ് ഇന്ത്യയുടെ എന്ന് പറയും. ആ ചെറുപ്പക്കാരൻ്റെ പരിപാടി യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രസിഡന്റ്, പുള്ളി ഇങ്ങനെ സ്വയം പ്രൊമോട്ടറാണ്. അപ്പോൾ അവൻ ഇവിടെ വിളിച്ച് സന്ദീപ് വാര്യരെ വിളിച്ച് എല്ലായ്പ്പോഴും ഇങ്ങനെ പ്രസംഗിച്ചിരിഞ്ഞു പോലെ അവന് കഴിഞ്ഞിട്ടുള്ള പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാൻ എങ്ങനെയും ജയിലിൽ ചാടണം, വിദ്യാഭ്യാസം വിളിക്കണം. ஆனால் സീറ്റ് വേണമല്ലോ, മനസ്സിലായി? സീറ്റിന് എങ്ങനെയും വരണ്ടേ, ഫ്രെയിമിൽ വരണ്ടേ. അവിടെ ചെന്ന് പെട്ടു. ജയിലിൽ ആദ്യമായിട്ട് പുള്ളി ജയിൽ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. ജാമ്യം എടുക്കാൻ ആളില്ല, ഇവരെ കൈവിട്ടു. രമേശൻ്റെ സന്ധ്യ ആരാടെ ഇവനൊക്കെ എവിടുന്നേരൊക്കെ വന്ന് വലിഞ്ഞു കയറി ഇതിനൊക്കെ കാര്യം നോക്കാൻ ഇവിടെ പല പരിപാടിയുണ്ട്. ഉരുളിയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് വേറെ എന്തെല്ലാം ജോലി. അവസാനം ആരാണ്ട് ഇന്ത്യയുടെ ജാമ്യം എടുത്തതിൻ്റെ കൂട്ടത്തിൽ എടുത്തു കൊടുത്തു വന്നു. ഇപ്പം എവിടാന്ന് എനിക്ക് അറിയത്തില്ല, അവർ വരുമായിരിക്കും. പോസ്റ്റൊക്കെ ഇടയ്ക്ക് നരേന്ദ്രമോദിയുടെ ഇല്ലയോ അങ്ങനത്തെ. അപ്പൊ ഏതായാലും ഇപ്പം ജലീൽ ഇതിനകത്ത് പറഞ്ഞ ദാവൂദ് എന്ന് പറയുന്ന ഈ ലോകത്ത് ഏറ്റവും
ഈ പറയുന്ന വർഗീയ വിഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുപ്പുന്ന മീഡിയ വണ്ണിൻ്റെ ഒരു ആളുണ്ട്. അവൻ പോലും അവൻ ചെയ്ത പണി എന്തോന്നും ജലീൽ പറയുന്നത്, അവൻ ചെയ്യുന്ന പരിപാടി ഒരു രീതിയിലും വർഗീയത ചിന്തിക്കാത്ത ഒരു മുസ്ലിം പോലും ഇവൻ്റെ വർത്തമാനം കേട്ട വർഗീയവാദിയാവും. അതിനോട് തുലനം ചെയ്തെങ്കിൽ ശരിയാ, അതിനോട് തുലനം ചെയ്യുന്ന രീതിയിലാണ് ഈ സന്ദീപ് വാര്യറിനെ സംസാരിപ്പിച്ചത്. ദാവൂദ് സംസാരിക്കുന്ന പോലെ പുള്ളി സംസാരിച്ചു. ദാവൂദൊക്കെ പുള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട് ദാവൂദ് സന്ദീപിയുടെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചായിരുന്നു അടുത്ത പുള്ളി പോയപ്പോൾ. ஆனால் ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? കാരണം എനിക്ക് ഇത്രയൊന്നും അറിയത്തില്ല. സന്ദീപ് വാര്യർ 2 ദിവസം എനിക്ക് ക്ലാസ് തരണം എന്നുള്ള രീതിയിലേക്കായി. ഏതായാലും പെട്ടിയും പാട്ടയൊക്കെ പൂട്ടിക്കെട്ടിയല്ല. കാരണം ഇതിന് അധികം കാലമില്ല, ഇതിനെ അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിനെ അപ്പുറത്തേക്ക് അടിച്ച് 4 ദിവസം വർത്തമാനം പറയണം. ആ വർത്തമാനം പറച്ചിൽ ആ സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ, അതിനകത്ത് ഡെയിലി പറഞ്ഞപ്പോൾ, ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി ഇത് അജണ്ടയാണ്, ഇത് പേയ്മെൻറ്റിൻ്റെ വർത്തമാനമാണ്, ആരോ പറയിക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഏതായാലും സന്ദീപ് വാര്യർ ഇപ്പം എവിടാണെന്ന് നമ്മളിപ്പോൾ നമ്മൾ പറയത്തില്ല, ഇപ്പം ഇവിടെ കണിയാനെ പോയി കാണണമെന്നുള്ള അവസ്ഥയിലാക്കി നിറഞ്ഞു നിൽക്കുമായിരുന്നു, വിരിഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല.